പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പുന്നേക്കാടിനടുത്ത് ചാരുവാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമ്മൾ ഒരു സൂപ്പർ കാഴ്ച കാണാൻ പോകണം. അപ്പോൾ കാഴ്ച എന്താണെന്ന് നോക്കാം. വേറെ ഒന്നുമല്ല, കണ്ടോ നമ്മുടെ പെരിയാറിൻ്റെ കാഴ്ചകളാണ്. പെരിയാറിൻ്റെ കാഴ്ചയാണ്. നോക്കിയേ, ഇപ്പോൾ പൂത്താങ്കട്ട് ഡാമിലെ വെള്ളമൊക്കെ താത്തിയിട്ടേക്കാണ്. അപ്പോൾ പെരിയാറിൻ്റെ കാഴ്ചയാണ്. എന്ത് രസമാണ് നോക്കി. താഴെ ഒരു ബോട്ടൊക്കെ കിടപ്പുണ്ടോ. ഓ എൻ്റെ പൊന്നോ, നോക്കിയേ, ആ മലയും എല്ലാം കൂടെ കൂടിയ പെരിയാറിൻ്റെ അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ നോക്കി. എന്താ അല്ലേ, ഇതിൻ്റെ ഉള്ളിക്കട ഇച്ചിരി ഊടായ്പ സ്ഥലമാണ്. എന്നാലും ഒന്ന് ഇറങ്ങി നിന്നാൽ കൂടുതൽ കാഴ്ചകൾ കാണാം. കണ്ടോ, വലിയ മലകൾ നോക്കിയാൽ മലയുടെ എന്ത് രസമാണെന്ന് നോക്കി. അടിപൊളി വൈബുള്ള സ്ഥലമല്ലേ. അതാണ് നമ്മുടെ സ്വന്തം പെരിയാർ. ഇവിടുത്തെയൊക്കെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള ജലമായിരിക്കും. പെരിയാറിൽ യാതൊരു വിധത്തിലുള്ള മാലിന്യങ്ങളും കലരാത്ത ഒരു വെള്ളമായിരിക്കും ഇവിടെ ഒരു ചെറിയ ബോട്ടൊക്കെ കിടപ്പുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്കാണ് ഇഞ്ചത്തോട്ടി എന്ന് പറഞ്ഞ സ്ഥലം. ഏകദേശം ആ മലനിരകളുടെ താഴെ, ആ മലയുടെയൊക്കെ താഴെയാണ് കുട്ടമ്പുഴ, അതേപോലെ തന്നെ പൂയംകുട്ടി, അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ. അതിൻ്റെ ആ സൈഡിലായിട്ട് കുട്ടമ്പുഴ പുഴയുണ്ട്. ഇത് തട്ടേക്കാട് വെച്ച് ഈ പുഴയോട് ചേരും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ പെരിയാറിൻ്റെ സൂപ്പർ കാഴ്ചകൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ വേറെ അടിപൊളി ഇച്ചിരി അങ്ങോട്ട് ഇറങ്ങി നിന്നാൽ കുറച്ചുകൂടി കാഴ്ചകൾ കാണാവുന്നുണ്ടെന്നുണ്ട്. പക്ഷേ ഇച്ചിരി റിസ്ക് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. എനിക്ക് അവിടെ ഒരു ഇഞ്ചത്തൊട്ടി തൂക്കുവാലം വളരെ ചെറുതായിട്ടൊന്ന് കാണാമെന്ന് എനിക്ക് തോന്നുന്നു ഇതിൽ നോക്കുമ്പോൾ. ഇവിടെ എന്താ തന്നെ അത്ര ക്ലിയറൊന്നുമല്ല. അടിപൊളി പെരിയാറിലാണ്, അടിപൊളിയല്ലേ ആ മലയുടെ കാഴ്ചയും. മൊത്തത്തിൽ പെരിയാറിൻ്റെ അടിപൊളി വൈബുള്ള കാഴ്ചയല്ലേ. എന്താ അങ്ങ് അകലെ കാണുന്ന ഒരു മലയുടെ ഒരു ചെറിയ ഭാഗങ്ങളും കൂടെ നമുക്ക് കുറേശ്ശെ കാണാം. ഇപ്പോൾ വലിയ മഴയൊന്നും ഇല്ലാത്ത ദിവസമായതുകൊണ്ട് ഇത് നോക്കി ഏകദേശം ഒരു 500 മീറ്ററോളം വീതി ഉണ്ടാകും ഇവിടെ പെരിയാറിന്. ഏകദേശം 1/2 കിലോമീറ്ററോളം വീതി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഏകദേശം അതിലാ വെള്ളം ഉള്ളപ്പോൾ, അതായത് പൂത്താങ്കട്ട് ഡാം അടച്ചിരിക്കുന്ന സമയത്ത് ഉള്ള ആ വെള്ളത്തിൻ്റെ ലെവൽ കണ്ടോ. അത് ആ തിട്ട് പോലെ കൃത്യമായിട്ട് അവിടെ ആ മരത്തിൻ്റെ കൊമ്പൊക്കെ കൃത്യമായിട്ട് അവിടെ തീർന്നേക്കണ ഇത് കണ്ടോ. അതിങ്ങോട്ട് കൂടുതലായിട്ട് ഇത് പിടിച്ചിട്ട് ഇത് കണ്ടോ. ഇത് ഇത്രയും വെള്ളം ഏകദേശം ഒരു 6-7 മീറ്ററോളം വെള്ളം ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതലുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പെരിയാറിൻ്റെ കാഴ്ചകൾ. പർവ്വത നിരയുടെ പനിനീരായിട്ടൊഴുകുന്ന പെരിയാറിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെയാണിത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.